യേശുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, കേരളക്കരയിലെ അസീസി എന്നറിയപ്പെടുന്ന പുത്തമ്പറമ്പിൽ തോമാച്ചൻ, അദ്ദേഹം ദൈവദാസനാണ്. സ്നേഹപൂർണതയുടെ ഒരു ഉദാത്തമായ മാതൃക നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പറമ്പിൻ്റെ അതിർത്തിയിലുണ്ടായിരുന്ന ഒരു മരം അദ്ദേഹത്തിൻ്റെ തന്നെ മകൻ ഫ്രാൻസിസ് വെട്ടാനിടയായി. ആ മരം അയൽപക്കത്തെ പറമ്പിലേക്ക് വീണു. തന്മൂലം ആ പറമ്പിലെ ഒരു തെങ്ങിൻ തൈ നശിക്കാനിടയായി. ഇതറിഞ്ഞ് തൊമ്മച്ചൻ എന്ത് ചെയ്തു എന്നറിയാമോ? തൊമ്മച്ചൻ അയൽപക്കത്തെ വീട്ടിലെത്തി തൻ്റെ മകൻ മൂലമുണ്ടായ ഈ നഷ്ടത്തെ ഓർത്ത് ഖേദം പ്രകടിപ്പിക്കുകയും ക്ഷമ പറയുകയും ചെയ്തു. മാത്രവുമല്ല, ആ തെങ്ങിൻ തൈക്ക് പകരമായി പുതിയൊരു തെങ്ങിൻ തൈ വാങ്ങിച്ചു കൊണ്ടുവന്ന് അദ്ദേഹം തന്നെ ആ പറമ്പിൽ നട്ടുവെച്ചു. അതിലുപരി ആ തെങ്ങിൻ തൈ വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്ന നാൾ വരെയും തൻ്റെ പറമ്പിലെ ഒരു തെങ്ങിൻ്റെ ഫലം പൂർണ്ണമായും അദ്ദേഹത്തിന് പരിഹാരമായി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ഈ വിധത്തിൽ തൻ്റെ ജീവിതം മൂലമുണ്ടായ, അല്ലെങ്കിൽ തൻ്റെ മകൻ മൂലമുണ്ടായ ഒരു നഷ്ടത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് സ്നേഹം ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല എന്ന് നിശ്ചയിച്ചുറപ്പിച്ച് പരിഹാരം ചെയ്ത വ്യക്തിയാണ് ദൈവദാസനായ തോമച്ചൻ. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തെ പരാജയപ്പെടുത്താതിരിക്കത്തക്ക വിധത്തിൽ എപ്പോഴും സ്നേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടി ഏതു നഷ്ടവും സ്വീകരിക്കാനുള്ള സന്നദ്ധതയിലേക്ക് എത്തുകയാണ് ഒരാത്മാവ് സ്നേഹപൂർണതയിലേക്കുള്ള വഴിത്താരയിൽ ചെയ്യേണ്ടത്. സ്നേഹത്തെ പ്രതി നഷ്ടമാക്കിയതെല്ലാം ലാഭമായിരുന്നുവെന്നും സ്നേഹം നഷ്ടമാക്കിക്കൊണ്ട് നേടിയതെല്ലാം യഥാർത്ഥത്തിൽ നഷ്ടങ്ങളായിരുന്നുവെന്നും ഒരു വേള നാം തിരിച്ചറിയും. നമുക്ക് വേണ്ടി യേശു എല്ലാം നഷ്ടമാക്കിക്കൊണ്ട് സ്നേഹത്തെ വിജയിപ്പിക്കാനായി ലോകത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. ആ ദൈവപുത്രൻ കാണിച്ചു തന്ന ഉദാത്തമായ മാതൃക നമ്മുടെ ജീവിതത്തിൽ പിൻചെന്നുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ നിമിഷവും സ്നേഹത്തെ വിജയിപ്പിക്കുവാനായി ഏതു നഷ്ടവും സ്വീകരിക്കാൻ തയ്യാറാകുന്ന വ്യക്തിക്ക് മാത്രമേ യേശുവിനെ പോലെ സ്നേഹപൂർണതയിലേക്ക് വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സ്നേഹപൂർണതയിൽ എത്തുവാൻ വേണ്ടി ഏത് നഷ്ടവും സ്വീകരിക്കുന്നത് ദൈവസന്നിധിയിൽ ലാഭമാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ ബുദ്ധിയെ ജ്ഞാനമുള്ളതാക്കി മാറ്റട്ടെ. സ്നേഹത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നാം ഈ ലോകത്ത് നേടിയതെല്ലാം നഷ്ടങ്ങളായിരുന്നു എന്ന തിരിച്ചറിവ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം തന്നെയായ പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് സ്നേഹമായി ഞങ്ങളെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനുള്ള കൃപാവരം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ എല്ലാവരെയും സ്നേഹമാക്കി മാറ്റണമേ. സ്നേഹത്തിലേക്കുള്ള ഞങ്ങളുടെ വളർച്ചയിൽ സ്നേഹത്തെ വിജയിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ലാഭമാണെന്ന് തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അപ്രകാരം തന്നെ ഓ ദൈവമേ, സ്നേഹം നഷ്ടമാക്കി ഞങ്ങൾ നേടിയെടുത്തതെല്ലാം യഥാർത്ഥ നഷ്ടങ്ങളായിരുന്നുവെന്നും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളായിരുന്നുവെന്നും ഞങ്ങൾക്ക് തിരിച്ചറിവ് നൽകണമേ. ഞങ്ങളുടെ ഭാവിയിൽ എന്തു നഷ്ടം സഹിച്ചും സ്നേഹത്തെ വിജയിപ്പിക്കുന്നവരായി ഞങ്ങൾ തീരട്ടെ. അങ്ങനെ ഞങ്ങൾ യേശുവെ അങ്ങയുടെ യഥാർത്ഥ ശിഷ്യരായി സ്നേഹപൂർണതയിലേക്ക് ഞങ്ങൾ വളരട്ടെ. ഞങ്ങളെ സഹായിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും